നമ്മുടെ ജാസ്മിനെ ഫാബുവിൻ്റെ പുറകെ തന്നെ വിട്ടുമാറാതെ ഫാബുവിൻ്റെ പുറകെ നിന്ന് നിരന്തരം ഇങ്ങനെ ഫാബുവിനോടിങ്ങനെ മാലത ഗബ്രിയുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ നമ്മൾ കാണുന്നുണ്ട്. സംഭവമൊന്നുമല്ല, അടിപിടി സംഭവം നടക്കുമ്പോൾ ജാസ്മിൻ്റെ മാല താഴെ വീണു. ആ മാല ഫാബു കൈക്കലാക്കുന്നു. ഫാബു വന്നിട്ടത് മാറ്റി വെക്കുന്നു. ഗബ്രി അല്ലാതെ സ്വന്തമായിട്ട് കളിക്കട്ടെ എന്നാണ് ഫാബുവിൻ്റെ ആലോചന. ഗബ്രിയുടെ പേര് പറഞ്ഞ് കളിക്കുന്നതിനേക്കാളും നല്ലത് ജാസ്മിൻ സ്വന്തമായിട്ട് കളിക്കുന്നതല്ലേ എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഫാബു അത് മാറ്റിവെച്ചത്. പിന്നെ ബിഗ് ബോസ് വിളിക്കുന്നു, ജാസ്മിൻ ഓടിപ്പോകുന്നു. അപ്പോഴും മാലയുടെ കാര്യം പറയുന്നുണ്ട്, അതെനിക്ക് തരണേ, എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഫാബുവിനോട് ചോദിക്കുമ്പോൾ ഫാബു പറയാതെ ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചു, അത് ബിഗ് ബോസിൻ്റെ കയ്യിലാണ്. ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ പറയുന്നുണ്ട്, അത് ഞാൻ ചോദിച്ച തരത്തില്ല, ബിഗ് ബോസിൻ്റെ കാര്യം അറിയില്ലോ, എനിക്ക് ആ മാല കിട്ടിയേ പറ്റൂ, എനിക്ക് ആ മാലയില്ലാതെ പറ്റില്ല എന്ന് കെഞ്ചിക്കരയുന്ന ജാസ്മിനെ നമ്മളവിടെ കണ്ടു. പക്ഷേ നമ്മുടെ ശ്വേതയുമായിട്ട് ഈ ഫാബു സംസാരിക്കുന്നുണ്ട്. ഫാബു പറയുന്നുണ്ട്, ആ മാല എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് യാതൊരു സൗകര്യം തരാതെ എൻ്റെ പുറകെ തന്നെയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഞാനത് ബിഗ് ബോസിനെ തിരിച്ചേൽപ്പിച്ചാലോ എന്ന് ഫാബു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്വേത പറയുന്നു, ഇപ്പം കൊടുക്കണ്ട, അത് കയ്യിലിരിക്കട്ടെ, നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കത് തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഫാബു ഗബ്രിയുടെ ഓർമ്മകളിൽ നിന്ന് മോചനം കൊടുക്കാൻ വേണ്ടി ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചാണ് ആ മാല മാറ്റിയത്. അത് ഫാബുവിൻ്റെ ഒരു ഗെയിമാണ്. പക്ഷേ ജാസ്മിന് ആ മാലയില്ലാതെ ഗെയിം കളിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്.